ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അമ്മക്കൂടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പച്ചത്തക്കാളി കൊണ്ടൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തക്കാളിയെ നേർമയായി അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത തക്കാളിയെ മാറ്റി വെച്ചിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിനായി തേങ്ങാപ്പീര, 6 പച്ചമുളക്, എരിവിനാവശ്യമുള്ള പച്ചമുളക് നിങ്ങൾക്കെടുക്കാം, 7 കുഞ്ഞുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി. ഇവ ചേർത്ത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ടൊന്ന് ചതച്ച് എടുക്കാം. തോരനുള്ള പാകത്തിനുള്ള അരവ് മതി, കൂടുതലായിട്ട് അരഞ്ഞു പോകണ്ട. ഇതുപോലെയുള്ള അരപ്പരച്ച് കൊണ്ടുവരിക. ഇനി ഇതവിടെ ഇരിക്കട്ടെ. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഏതെണ്ണ വേണേലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പച്ചമണം ഒന്ന് മാറട്ടെ, അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. നേർമയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമ്മൾ ഈ അരപ്പിലേക്ക് ചേർത്ത് നന്നായി വഴറ്റി തട്ടിപ്പൊത്തി മൂടി വെച്ച് മീഡിയം തീയിൽ ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. മൂന്ന് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നമുക്ക് ഒന്നുകൂടി ഇളക്കി തോർത്തി എടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ തോരനിൽ ചില തോരനുകളിലൊക്കെ നമ്മളൊന്ന് കൈവെള്ളം തളിച്ചു കൊടുക്കും. ഇങ്ങനെ കൈവെള്ളം തളിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം തക്കാളിയിൽ ധാരാളം ജലാംശമുള്ളതിനാൽ അതിൻ്റെ ആവശ്യം വേണ്ട. വീണ്ടും ഒന്നുകൂടി നമ്മളൊരു 2 മിനിറ്റ് മീഡിയം തീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി മൂടി തുറന്ന് തോരൻ നമുക്കൊന്ന് ഇളക്കി തോർത്തി ബാക്കിയുള്ള ജലാംശം കൂടി വറ്റിച്ചെടുക്കാം. ഇനി ഉപ്പും പുളിയും പാകമാണോ എന്ന് നോക്കേണ്ട ഒരു ചടങ്ങുണ്ടല്ലോ. ഉപ്പൽപ്പം കുറവുള്ളതിനാൽ വീണ്ടും കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്ത്. പച്ചത്തക്കാളിയുടെ പുളിയുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നല്ല പുളിയുള്ളതിനാൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി തോർത്തി എടുക്കുക. രുചികരമായ തക്കാളിത്തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. ബൈ ബൈ.